ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു കസ്റ്റർഡിൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഒഴിക്കേണ്ട കേട്ടോ, ഒരു കുറച്ചൊന്ന് ബാക്കി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഈ അടിയിലൊക്കെ ഇങ്ങനെ പാല് പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കാം. അതിനെ നമ്മൾ മുമ്പ് ബാലൻസ് വെച്ചിരുന്ന പാലിൽ കട്ട കെട്ടാതെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പാലിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി തന്നെ ഒഴിക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അറിയാമല്ലോ, ഈ കസ്റ്റർഡ് പൗഡർ പെട്ടെന്ന് കട്ടയാവും കേട്ടോ. ഇതുപോലെ കുറുകി വരും. അപ്പോൾ കൈ വിടാതെ നന്നായിട്ടിങ്ങനെ ഇളക്കി കട്ട കെട്ടാതെ എടുക്കുക. ഇൻ കേസ് ഇനി കട്ട കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ പുഡിംഗ് ട്രേയിലേക്ക് തേച്ചിട്ട് ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ചൂട് ആറിക്കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. ഒരു 3-4 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഓൾറെഡി നമ്മൾ തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ വിട്ട് വരുന്ന പരുവാവും കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടാം. എന്നിട്ട് നമ്മൾ ഈ കസ്റ്റർഡിനെ ഇതേപോലെ ക്യൂബ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആകുമ്പം കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ആ ഒരു കോക്കനട്ടിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് അവൈലബിലിറ്റി കുറവുള്ള സാധനം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.